ഞാൻ പോകുന്ന കേരളമല്ല ഇപ്പം. അന്നത്തെ നന്മ, മാനവികത, നീതിബോധം അതൊക്കെ മലയാളികൾ നഷ്ടപ്പെട്ടു പോയിരിക്കും. എല്ലാ സ്ഥലത്തും ഈ രതിയുടെ പ്രശ്നമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കുട്ടികളായാലും യുവാക്കളായാലും കേട്ടോ. ഞാൻ പോകുന്ന കേരളമല്ല ഇപ്പം. അന്നത്തെ നന്മ, മാനവികത, നീതിബോധം അതൊക്കെ മലയാളികൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഭൂരിഭാഗം ആളുകൾക്കും ഞാൻ കണ്ടിട്ടുള്ളതാണ്. പഴയ മലയാളിയേ അല്ല. 60കളിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അക്കാലത്തെ മലയാളിക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു കേട്ടോ. പൈസ ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യമുണ്ടെങ്കിൽ അവർ നല്ല മനുഷ്യന്മാരായിരുന്നു. ഇന്ന് ദാരിദ്ര്യമില്ല, പണമുണ്ട്, പക്ഷെ നല്ല മനുഷ്യരല്ല ഭൂരിഭാഗവും. എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയാൻ പാടുന്നതല്ല. നമ്മുടെ ഞാനിവിടെ നിന്ന് പോകുന്ന ഒരു കാലത്തന്ന് മലയാളി സമൂഹത്തെ പ്രചോദിപ്പിച്ചിരുന്നത് അവരുടെ പ്രബുദ്ധതയാണ് കേട്ടോ. പ്രബുദ്ധതയാണ് മലയാളികളെ പ്രചോദിപ്പിച്ചത്, മുമ്പോട്ടേക്ക് നയിച്ചത്. ഇന്ന് മലയാളികളിൽ വലിയൊരു വിഭാഗത്തെ പ്രചോദിപ്പിക്കുന്നത് രതിതൃഷ്ണകളാണ് കേട്ടോ. രതിയാണ്. അതാണ് നമ്മൾ നോക്കൂ എങ്ങനെയാണ് ഓരോ മലയാളിയും ജീവിക്കുന്നത്. കുട്ടികളെ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടറെ പീഡിപ്പിക്കുന്നു. അപ്പം ഇതാണിപ്പം നമ്മളെ മലയാളിക്ക് സംഭവിച്ചിട്ടുള്ളൊരു വലിയ ഇത്. എല്ലാറ്റിലും ഈ രതി തൃഷ്ണ നമ്മൾ കാണുന്നുണ്ട്. അത് ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു വൈരുദ്ധ്യമാണ്. പ്രബുദ്ധമായ ഒരു സമൂഹം ഇങ്ങനെ രതി തൃഷ്ണയുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുക. എല്ലാ സ്ഥലത്തും ഈ രതിയുടെ പ്രശ്നമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പം ഇതിനൊക്കെ എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, മലയാളി സമൂഹത്തെ ഒന്ന് ഉടച്ചു വാർക്കേണ്ടതെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. ഇത്രയും പ്രായമായി, ഇനിയൊരു ജന്മത്തിൽ ഞാൻ തിരിച്ചു വരും. എന്താണ് അടുത്ത എഴുത്ത്? എന്താണ് പുതിയ വർക്കിന്റെ? എന്നെ ആലോചിച്ചിട്ടില്ല. എംബസിക്കാൽ എഴുതി അതിലൊരു ക്ഷീണമുണ്ട്. അത് എംബസി ഡേയ്സ് എന്താണ് പെട്ടെന്ന് നിർത്തിക്കളന്ത്? അത് കുറേ ഇനിയും കുറേ ഉണ്ട്. പക്ഷേ 54 അധ്യായമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വർഷമായത് അല്ല, വലിയ പുസ്തകമല്ലേ, പിന്നെ ബാക്കി പിന്നെ മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്ത് അത് വെച്ച് നിർത്തുകയാണ് ചെയ്തത്. ആ അത് ഒരുപാട് വായനക്കാർ എനിക്കൊന്നും അല്ല, ഇനിയും എഴുതാം. അവർ പറഞ്ഞുകൊണ്ട് ഇനി എഴുതണം, നമുക്ക് നോക്കാം. മയ്യഴിക്കാരൻ്റെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. 100 വർഷം ഫ്രഞ്ച് ഭരണം, അത് കഴിഞ്ഞ് ഇപ്പോഴും പിന്നെ കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഫ്രഞ്ച് റോഡിൽ കണ്ടാൽ ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾ, പ്രായമുള്ള ആൾക്കാർ, ഫ്രഞ്ച് സ്കൂളിൻ്റെ അവിടെ ഫ്രഞ്ച് മീഡിയം, നമ്മൾ ഫ്രഞ്ച് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത്. ഹൈസ്കൂൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾ, പിന്നെ കുറേ പേര് ഓർമ്മകളാണ്. പിന്നെ ഫ്രഞ്ചുകാരെക്കുറിച്ചുള്ള ആ ഒരു കാലത്തെക്കുറിച്ചുള്ള ഇതൊന്നും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല എവിടെയും. അപ്പോൾ ആകെ നമുക്ക് കിട്ടാവുന്ന ഒന്നൊരു CH ഗംഗാധരൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. അയാൾ എഴുതിയിട്ടൊരു പുസ്തകമുണ്ട് പിന്നെ മായയെക്കുറിച്ച്. അതിൽ കുറേയൊക്കെ പിന്നെ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മയ്യഴിപ്പുഴരങ്ങളിലുള്ള, അല്ലാതെ വേറെ വിധത്തിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. അപ്പം അതിൽ ഓർമ്മകളാണ്, പഴയ തലമുറ ഓർമ്മകളിലാണ് ഈ ചരിത്രവും ഐതിഹ്യങ്ങളും എല്ലാം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ ഓരോരുത്തരായിട്ട് ഇല്ലാതാകുകയാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ മിച്ചിലോട്ട് മാധവൻ എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾ കേട്ട് കാണും, മിച്ചിലോട്ട് മാധവൻ. അങ്ങനെ അയാൾ പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് മിച്ചിലോട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ. അടുത്ത കാലം വരെ വീടുണ്ടായിരുന്നു, ഇപ്പോഴാണ് അത് പൊളിച്ച് മാറ്റി. അയാളവിടെ നന്നായിട്ട് പഠിക്കുന്ന ആളായതുകൊണ്ട് മാഹിയിൽ നിന്ന് പഠിച്ചിട്ട് അയാൾ പിന്നെ ഉയർന്ന തലത്തിൽ പരീക്ഷയെല്ലാം പാസ്സായപ്പോൾ അയാൾക്ക് സ്കോളർഷിപ്പ് കൊടുത്താണ് ഫ്രാൻസിൽ പഠിക്കാൻ വേണ്ടി, പാരീസിൽ. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സർവകലാശാലയാണ് സോർബോൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓക്സ്ഫോർഡ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ, ഹാർവാർഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ അവിടെയാണ് ഇയാൾ പഠിക്കാൻ പോയത്, ചെറുപ്പക്കാരൻ. പക്ഷേ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കേട്ടോ. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പിന്നെ അവളെ പഠിക്കാൻ പോകുന്ന കാലത്താണ് 2ാം ലോക മഹായുദ്ധം പുറപ്പെടുന്നത്. ഇപ്പം നാസികൾ പാരീസിനെ കീഴ്പ്പെടുത്തി. അപ്പം പിന്നെ അവിടെ ഇവരൊക്കെ ഒളിപ്പോരാളികളായിട്ട് ഹിറ്റ്ലർക്കെതിരായിട്ട് ഒളിയുദ്ധം നടത്തുമായിരുന്നു. അക്കൂട്ടത്തിൽ ഈ പറഞ്ഞ മായിക്കാരൻ മിച്ചിലോട്ട് മാധവനുണ്ട്. അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതിരോധത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. സാത്തറിനെ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അക്കൂട്ടത്തിലാണ് ഈ മയ്യഴിക്കാരൻ അതിൽ പിന്നെ അവരെ കൂടെ ചേർന്നുകൊണ്ട് പ്രതിരോധ പ്രവർത്തനത്തിൽ. പിന്നീട് അയാൾ ജീവനോടെ നാസികൾ പിടിക്കുകയാണ്. പിടിച്ച് അവിടെ ഒരു കോട്ടയിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്തു. പിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ഈ മായിക്കാരനെ കേട്ടോ. അയാൾ ചെറുപ്പക്കാരനാണ്. പിന്നെ അയാളെ കൊന്ന അവിടെ പിന്നെ അതിൻ്റെ ഒരു സ്മാരകമുണ്ട്, അതിൽ ഇയാളുടെ പേരുണ്ട്. അത് ഭയങ്കര കേട്ടോ. പാരീസിൽ
ഈ നാസികൾ കൊന്ന ആ സ്ഥലത്ത് വന്നിട്ടുള്ള കുറേ ആളുകളുണ്ട്. നല്ല ഫ്രഞ്ചുകാരാണ്, വെള്ളക്കാരുടെ പേരുകൾ. അതിൽ മിച്ചിലൂട്ട് മാധവ് എന്നുള്ള പേര് ഞാൻ പോയി കണ്ടതാണ്. നമുക്ക് അപ്പോൾ ഒരു കോരിത്തെരിപ്പുണ്ടാവും കേട്ടോ. ഈ ചെറുപ്പക്കാരൻ ഇവിടുന്ന് ഇത്രയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ പഠിച്ച് മിടുക്കനായി അവിടെ പോയിട്ട് ഈ നാസികൾക്കെതിരായിട്ട് ഒളിപ്പോര് നടത്തിയും ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് കൊല്ലപ്പെടുക. പക്ഷേ അതിൻ്റെ വലിയൊരു ദുരന്തം എന്താണെന്ന് പറയുമ്പോൾ ഇതിനെ ഇയാളെ പറ്റി ആരും പറയുന്നില്ല. ഞാനാണ് ആദ്യമായിട്ട് ഇയാളെ പറ്റി പറഞ്ഞിട്ട് പിന്നെ MA ബേബി പറയാൻ തുടങ്ങി. ഇപ്പം അങ്ങനെ ആളുകൾക്ക് അറിയാം കുറച്ച്. അപ്പോൾ അയാളെ പറ്റി ആരും പറയാത്തതിൻ്റെ ഒരു കാരണം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒന്നും നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഇല്ല, ഈ കേട്ടുകേൾവിയാണ്. അപ്പം മാഹിയിൽ ഒരു വാസൂട്ടി മാഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ രാഘവട്ടൻ്റെ കൂടെയൊക്കെ മൂത്തേട്ടൻ്റെ കൂടെ ആ പ്രായമുള്ള ആളായിരുന്നു. അയാൾ ഇത്ര അസാധ്യമായിട്ടുള്ള ഓർമ്മശക്തിയുള്ള ഒരു മാഷായിരുന്നു. അത്ഭുതകരമാണ് കേട്ടോ. ഞാനിങ്ങനെ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഇയാൾ കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ, ഈ കഥകൾ കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഇയാൾ മിച്ചിലോട്ട് മാധവനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഇയാളുണ്ട്. അയാളിൽ നിന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. അയാൾ മരിച്ച്. അപ്പോൾ ഇത് എവിടെയും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല ഈ മനുഷ്യൻ്റെ കഥ. നമുക്ക് കാണാവുന്നത് അപ്പോൾ നമ്മുടെ ഫ്രാൻസിൽ പോയാൽ ആ ഒരു സ്മാരകത്തിൽ ഇയാളെ പേര് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോണ്ടല്ലോ ഇത് അത്ഭുതകരമായിട്ടൊരു സ്ഥലമാണ് മയ്യഴി. അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഐതിഹ്യങ്ങളും അവിടുത്തെ മനുഷ്യരും അതൊക്കെ ഒരു വാസ്തവത്തിലൊരു വലിയൊരു നോവലിൻ്റെ ഉള്ളിൽ വരേണ്ടതാണ്. അതിന് പക്ഷേങ്കിൽ മാഹിയിൽ പുതിയ എഴുത്തുകാരുണ്ട്, പുതിയ തലമുറക്കാർ. പക്ഷേ എനിക്കത് അവരൊക്കെ ഒന്നും അതിനുള്ള ധൈര്യമില്ലാന്നുണ്ട്. പ്രവാസ ജീവിതം റൈറ്റർ എന്ന നിലയിൽ ഇവോൾവ് ചെയ്യാൻ എത്രത്തോളം പലരും നാട്ടിൽ നിന്ന് മാറിക്കഴിയുമ്പോഴാണ് പലരും എഴുതുന്ന ഒരു ടെൻഡൻസി എത്രത്തോളം ഇൻസൈറ്റും ഒരു ക്ലാരിറ്റിയും കിട്ടാൻ അത് നമ്മളെപ്പോഴും ഈ ദൂരക്കാഴ്ച എന്നുള്ള എപ്പോഴും നല്ലതാണ്. നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ ഇപ്പം നമ്മളെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ കാണുന്നത് നമ്മളെയല്ല, നമ്മൾ ദൂരെ പോയി നിന്നിട്ട് കാണുന്നത്. ആ ദൂരക്കാഴ്ചയിൽ കുറച്ച് ഡിറ്റാച്ച്ഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ദൂരെ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ആ ഒരു കാഴ്ച എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ജന്മനാടിനെയും അവിടുത്തെ മനുഷ്യർ എന്നെ തന്നെയും ദൂരെ നിന്നുകൊണ്ട് കാണുക, അതൊന്ന്. മറ്റൊന്ന്, നമ്മളിപ്പം ഡൽഹി പോലുള്ള ഒരു മഹാനഗരത്തിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ള മനുഷ്യരുണ്ട്, മലയാളികൾ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മനുഷ്യർ. നമ്മൾ അവരെല്ലാം അവരുമായിട്ടൊക്കെ പരിചയപ്പെടുന്നു. അതൊക്കെ നമ്മുടെ ലോകബോധം, നമ്മുടെ കാഴ്ചപ്പാട് വല്ലാതെ സഹായം. അതുകൊണ്ടാണ് ഈ പ്രവാസികൾക്ക് എപ്പോഴും കുറച്ചുകൂടി വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വരുന്നത്. നമുക്ക് കാഴ്ചപ്പാട് ഇല്ല എന്നുള്ളതല്ല, പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് വളർത്തിയെടുത്തിട്ടുള്ള ഒന്നാണ്. നമ്മളിവിടെ ഇപ്പം നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മലയാളിക്ക് വിശാലമായ കാഴ്ചപ്പാട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ കാഴ്ചപ്പാടുണ്ട്, പക്ഷേ ആ കാഴ്ചപ്പാട് ചിന്തയിലൂടെയും വായനയിലൂടെയൊക്കെ വളർത്തിയിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഒരു പ്രവാസി അതല്ല, അനുഭവങ്ങളുടെ കൂടെയും ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് എഴുത്തുകാരനെ എപ്പോഴും സഹായിക്കുന്നതാണ്. നമ്മൾ ലോകത്തിലെ വലിയ വലിയ എഴുത്തുകാരൊക്കെ നമ്മൾ അവർ അധികം പേരും പ്രവാസികളാണ്. വേറൊരു ജന്മനാട് ഉപേക്ഷിച്ചിട്ട് വേറെ രാജ്യങ്ങളിൽ ജീവിച്ചിട്ടാണ്. ഹെമിംഗ്വേ ഇപ്പോൾ എല്ലാ ആളുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ പ്രവാസം എന്നുള്ളത് നമ്മുടെ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്. അകൽച്ച അകൽച്ച അത് ഞങ്ങളെയൊക്കെ സഹായിച്ചിട്ട് ഒ വി വിജയൻ ആലോചിച്ച് നോക്കും. നമ്മൾ ഡൽഹി പോലുള്ളൊരു മഹാനഗരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ തസ്രാക്കിലെ സാധാരണ മനുഷ്യർക്ക് ചെയ്യുന്നത് കേട്ടോ. അതൊരു അപ്പോഴൊരു പ്രത്യേക ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ലഭിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് തസ്രാക്കിനെ കാണുമ്പോൾ എന്നെ അത് സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. ഡിറ്റാച്ച്മെന്റ് മാത്രമാണ് അതോ വീടിനോടും നാടിനോടുള്ള ഒരു നൊസ്റ്റാൾജിയ? എനിക്കത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് പോയപ്പോൾ വല്ലാതെ തോന്നിയിരുന്നു. അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ 21 വയസ്സായിട്ടില്ല ഞാൻ പോകുമ്പോൾ. എനിക്ക് അപ്പോഴേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയെ കാണാനുള്ള ഉറക്കം വന്നിട്ടില്ല, അമ്മയെ കാണാത്തതുകൊണ്ട്. പിന്നെ ഞാൻ അവിടെ ജീവിച്ചതെല്ലാം ഈ ഒരു നോസ്റ്റാൾജി ആയിട്ടാണ്. എപ്പോഴും നാട്ടിനെക്കുറിച്ചുള്ള ചിന്തകൾ. നോസ്റ്റാൾജിയും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്, നമ്മൾ സർഗാത്മകതയെ. അങ്ങനെ പിന്നെ ഭാഷയുണ്ട് കേട്ടോ. നമ്മൾ അവിടെ പോകുമ്പോൾ, നമ്മൾ നാട് വിട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഭാഷയാണ്, നമ്മുടേതായ ഭാഷ.
മയ്യഴിക്കാർക്കൊരു ഭാഷയുണ്ട്, വളരെ കൊളോക്കിയലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. പിന്നെ നമ്മൾ ഡൽഹിയിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അവിടെ ഒരുതരം ഈ പല ഭാഗത്തു നിന്ന് വരുന്ന, ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ, അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഇടകലർന്ന് ഇടകലരുമ്പോൾ അവരുടെ ഭാഷയും ഇടകലരും കേട്ടോ. ഇപ്പോൾ തൃശ്ശൂരിലൊരാളും തിരുവനന്തപുരത്തൊരാളും തലശ്ശേരിയിലൊരാളും സൗഹൃദം പ്രാപിക്കുമ്പോൾ അവരുടെ ഭാഷകളും സൗഹൃദം പ്രാപിക്കുകയാണ് ഇന്ന് തമ്മിൽ. അതെങ്ങനെ ഇടകലർ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ വളരെ പ്രാദേശികമായിട്ടുള്ള ഭാഷയുടെ ഒരു ഫ്ലേവർ, രുചി എന്ന് പറയുന്നത് അതില്ലാതെ പോകും. അതുകൊണ്ട് ഡൽഹിയിലുള്ള പലരും സംസാരിക്കുന്നത് ഒരുതരം കോസ്മോപൊളിറ്റൻ മലയാളമാണ്. അതായത് എല്ലാ ഭാഗത്തുള്ള ഒരുതരം ശുദ്ധീകരിച്ചിട്ടുള്ള ഒരു മലയാളമാണ്. പക്ഷെ ഞാനത് പിന്നെ അങ്ങനെ ഒരു മലയാളം ഞാനവിടെ സംസാരിക്കാറില്ല. എൻ്റെ വീട്ടിൽ ഇപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഓൻ ഓളെന്നൊക്കെ പറയാം, അവളെന്നോ അങ്ങനെയൊന്നും പറയില്ല. മക്കളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പച്ച മലയാളം പറയും, മാഹി മലയാളം. അതുകൊണ്ട് മക്കൾ അവരിപ്പോഴും ഉണ്ടല്ലോ, അവരിപ്പോൾ വലിയ ആളുകൾ ഇപ്പോഴും അവർ അങ്ങനെയുള്ള മലയാളം പറയുന്നത്. അത് നമ്മുടെ ഭാഷയെ നിലനിർത്താൻ അതേ വഴിയുള്ളൂ. ഭാഷ എന്ന് പറയുന്നത് നമ്മൾ അച്ചടിച്ച ഭാഷയല്ല കേട്ടോ, അച്ചടി ഭാഷയല്ല. അതിങ്ങനെ ചെറിയ ചെറിയ സമൂഹങ്ങളിൽ, ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ആളുകൾ സംസാരിക്കുന്ന അതാണ് ഭാഷ എന്നുള്ളത്. മറ്റേത് കൃത്രിമമായിട്ടുള്ളതാണ്.